CJP ഒരു രാഷ്ട്രീയ മുന്നണിയായിട്ട് ഇനി ഭാവിയിൽ മാറാനുള്ള സാധ്യതയുണ്ടോ? എന്തായിരിക്കും CJPന്റെ ഭാവി എന്നാണ് സാദിഖ് വിചാരിക്കുന്നത്? CJPയുടെ ഭാവിക്കപ്പുറം ഈ സമരത്തിന്റെ ഭാവി എന്താണ് എന്നുള്ള ഒരു ആലോചന നമ്മൾ നടത്തുന്നതായിരിക്കും പ്രധാനം. കാരണം ഇത് കേവലമായൊരു CJPയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രൂപ്പിൻ്റെയോ പ്ലാറ്റ്ഫോമിൻ്റെയോ വിജയമല്ല. ഇത് ജനാധിപത്യ ഇന്ത്യ മുന്നോട്ട് വെച്ച അനേകം ആശയങ്ങൾ കൂടിയാണ് ഇവിടെ വിജയിക്കുന്നത്. അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ വലിയൊരു സമരം കൂട്ടായ്മ എല്ലാമാണ് ജയിക്കുന്നത്. അപ്പം ആ നിലയിൽ ആ സമരങ്ങൾക്ക് തുടർച്ചയുണ്ടാകുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അത് ഞാൻ പറയാനുള്ള കാര്യം, ഇത് ആദ്യത്തെ സമരമല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. 2014 മോഡി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ രാജ്യത്ത് അനേകം സമരങ്ങൾ നടന്നു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമരം, കർഷക വിരുദ്ധ ഓർഡിനൻസിനെതിരായ സമരം, ഗുസ്തി താരങ്ങളുടെ സമരം, ഇങ്ങനെ നിരവധിയായ സമരങ്ങളുണ്ട്. ആ സമരങ്ങളിലെല്ലാം അണിനിരന്ന ഇന്ത്യൻ ജനത വ്യത്യസ്ത ശബ്ദങ്ങളാണ് ഉയർത്തിയത്. ആ ശബ്ദങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു ശബ്ദമായി ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട സമരം മാറിയെന്നേ ഉള്ളൂ. ആ സമരത്തിൽ അനേകം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും സാമൂഹിക കൂട്ടായ്മകളും എല്ലാം അണിനിരന്നിട്ടുണ്ട്. ഞാൻ പ്രതിനിധീകരിക്കുന്ന SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ഇതിന്റെ ഭാഗമായിരുന്നു. ASFും ഐസയും അടക്കമുള്ള ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഇതിന്റെ ഭാഗമായിരുന്നു. മറ്റനേകം കൂട്ടായ്മകൾ. CJP അതിന് വലിയൊരു വിസിബിലിറ്റി നൽകുന്നതിൽ പങ്കുവഹിച്ചു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ആ സമരം കഴിഞ്ഞ ഒരു ഇവന്റ് കഴിഞ്ഞ ആളുകൾ പിരിഞ്ഞു പോകുന്നത് പോലെയോ ഉത്സവം കഴിഞ്ഞ് ഒഴിഞ്ഞ ഒരു പൂരപ്പറമ്പ് പോലെയോ അല്ല നമ്മൾ ഡൽഹിയെ കാണേണ്ടത്. ഇനിയും സംഘടിക്കാവുന്ന, ഇനിയും തുടർച്ചയായി പ്രക്ഷോഭങ്ങൾ ഉണ്ടാകാവുന്ന ഒരു ഇടമായി ഡൽഹി മാറും എന്നുള്ളതാണ്. ആ സമരത്തിന് നേതൃത്വം നൽകിയ SFI നേതാവും JNU-SU മുൻ പ്രസിഡന്റുമായ ঐশী ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ ഇന്ന് പോലീസ് വന്നിട്ടുണ്ട് AKG ഭവനിൽ. അതിനെതിരായ ഒരു പ്രൊട്ടസ്റ്റ് കോൾ ഈ രാജ്യത്ത് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. സ്വാഭാവികമായും അതിനെതിരായ പ്രതിഷേധങ്ങൾ ഉണ്ടാകും. ഈ ഗവൺമെന്റ് ഈ സമരത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് നൽകിയ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കാതെ, വാക്ക് പാലിക്കാതെ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയാൽ സ്വാഭാവികമായും ഈ സമരം വീണ്ടും ഗ്യാദർ ചെയ്യപ്പെടും. അതിൽ CJPയും ഉണ്ടാകും, മറ്റു കൂട്ടായ്മകളെല്ലാം ഉണ്ടാകും. ഇന്ത്യ രാജ്യത്തെ സംഘപരിവാർ ഭരണകൂടത്തിനെതിരായ ഒരു ഫ്രസ്ട്രേഷനാണ് യുവതലമുറ ഈ സമരത്തിലൂടെ കാണിച്ചത്. അത് തുടരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.